പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ഈ വൈകിയ വേളയിൽ നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വീണ്ടും അടുത്തു വന്ന് ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 2 ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ നൽകിയതിനെ ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ദിവസങ്ങളായിട്ട് നാം ദൈവത്തിൻ്റെ വചനം വളരെ ആഴമായി ചിന്തിക്കുന്നു, പഠിക്കുന്നു. അത് എനിക്ക് അനുഗ്രഹമായി എന്ന് ഉറപ്പുള്ളവർക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം പ്രാപിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ? യെസ്, നിശ്ചയമായും നാം എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ആത്മീകവും ഭൗതികമായ നിലയിലൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഇനിയും അനുഗ്രഹിക്കും. എന്നാൽ ഇന്ന് വർത്തമാനകാലത്ത് നമ്മുടെ ആത്മീയ അനുഭവങ്ങൾക്ക് ഉണ്ടായ തകർച്ചകൾ, അതിനകത്ത് വന്നിരിക്കുന്ന ഇടിവുകളൊക്കെ ഒന്ന് മാറണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന ആ പരിമിതികൾ മാറണം. നമ്മുടെ ആരാധനയിൽ വന്നുപോയ നമ്മുടെ ആ ശക്തിയില്ലായ്മ ഒന്ന് മാറണം. നമ്മിൽ കുറഞ്ഞ ദൈവസ്നേഹം, നമ്മിൽ നിന്ന് മാറിപ്പോയ വിശ്വാസത്തിൻ്റെ അളവ്, ഇതെല്ലാം ഒന്ന് പുതുക്കി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തുറന്നു പറഞ്ഞാൽ നാം ആത്മീകമായി ഒത്തിരി താഴോട്ട് പോയിരിക്കുന്നു. നമുക്കൊന്ന് മുന്നിലേക്ക് കയറി വരണം. നാം അങ്ങനെ മുന്നിലേക്ക് കയറി വരുവാൻ ആഗ്രഹിച്ചാൽ ദൈവം നമ്മളെ ഇതിലും അപ്പുറമായി അനുഗ്രഹിക്കും. ഇന്ന് താൽക്കാലികമായി ചില തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നിശ്ചയമായും ദൈവം അതെല്ലാം കാണുന്നു. അതിനെല്ലാം ദൈവം പരിഹാരം തരും. അതിന് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് മടങ്ങി വരേണ്ടതിന്, ദൈവത്തിൻ്റെ നന്മയിലേക്ക് മടങ്ങി വരുവാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ നാം ദൈവത്തിൻ്റെ ക്രമത്തിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക്, ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങിപ്പോകണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നാം ഈ ദിവസങ്ങളിൽ സംസാരിച്ചത്. ആദ്യ ദിവസം അതാണ് പറഞ്ഞത്. ആ ദൈവത്തിൻ്റെ ചിട്ടയും ക്രമവും ദൈവത്തിൻ്റെ വഴികളും പദ്ധതികളും മനസ്സിലാക്കിയവർ അതിൽ തന്നെ തുടരണമെന്നാണ് ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചത്. മടങ്ങി വന്നാൽ പോരാ. ഒരു ദിവസത്തെ മാനസാന്തരം അല്ലേ, അവിടെ കൊണ്ട് അവസാനിക്കല്ല. 3 മാസത്തെ കാര്യം കൊണ്ട് അവസാനിക്കാനല്ല. പകരം അത് തുടർന്നാൽ, പ്രാർത്ഥനയിൽ നിങ്ങൾ തുടരാൻ തയ്യാറായാൽ, നിങ്ങളുടെ ആരാധനയിൽ നിങ്ങൾ കരുത്തോടെ വർദ്ധിച്ചു വരാൻ തയ്യാറായാൽ, നിങ്ങൾ ആത്മീകമായി ഉയരാൻ തയ്യാറായാൽ, അതിൽ തുടർന്നു പോയാൽ തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഇന്ന് പകൽ ദൈവം നമ്മോട് സംസാരിച്ചത്. സ്തോത്രം. അപ്പോൾ ക്രമം മനസ്സിലാക്കി അത് സ്ഥിരതയിലേക്ക് വന്നാൽ, സ്ഥിരത എന്തോ കൊണ്ടുവരും? ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവരും. ഈ വിടുതൽ സംബന്ധമായി, അനുഗ്രഹം സംബന്ധമായി, പ്രാർത്ഥനയുടെ മറുപടി സംബന്ധമായി ദൈവം പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഇന്ന് രാവിലെ സംസാരിച്ചു. അത് ചിലപ്പോൾ ചെറിയ കാര്യത്തിലായിരിക്കും ദൈവം തുടങ്ങുന്നത്. സ്തോത്രം, സ്തോത്രം. മറ്റുള്ളവർക്കോ ഇതാണോ വലിയ കാര്യമെന്നൊക്കെ ചിന്തിക്കുന്ന നിലയിൽ ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷേ ആ ചെറുതിനെ ദൈവം വലിയതായി മാറ്റും. ഒരു വലിയ അനുഗ്രഹത്തിന്റെ തുടക്കമാണത്. നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, വചനപ്രകാരം ദൈവസന്നിധിയിൽ അടുത്തു വരാൻ തയ്യാറായപ്പോൾ, ദൈവം ചില വഴികൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ, ചില വഴികൾ തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ, ചില നന്മകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് അവസാനമല്ല. അത് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെയും നിങ്ങളുടെ വിടുതലിന്റെയും ഒരു തുടക്കം മാത്രമാണ്.
പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഇനിയും ആ കൃപയിൽ തുടർന്നു പോയാൽ, ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ സജീവമായി നിലനിന്നാൽ, ഇതല്ല അവൻ വചനം പറയുന്നത് പോലെ തന്നെ അവൻ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികള്, ദൈവത്തിന്റെ അടയാളങ്ങള്, ദൈവത്തിന്റെ വീര്യ പ്രവൃത്തികള് ഞാനും നിങ്ങൾ കാണും. മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടുമാറ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്ക വണ്ണം അതിശയകരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു പാതയിലേക്ക് വന്നാൽ അത് പിന്നെ സംഭവിക്കും. ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, രാവിലെ സംസാരിച്ച കൈപ്പത്തിയോളമുള്ള മേഘമാ അല്ലേ? ചെറിയ കാര്യങ്ങൾ ദൈവം ചെയ്യും, പതുക്കെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ? പക്ഷെ ദൈവം എപ്പോഴും അങ്ങനെ പതുക്കെ ചെയ്യുന്ന ആളല്ല. ഇങ്ങനെ തുടങ്ങി നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് ധൈര്യപ്പെട്ട് മുന്നോട്ട് പോയാലുണ്ടല്ലോ, ചിലത് ക്ഷണനേരം കൊണ്ട് സംഭവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചിലത് അത്ഭുതകരമായ, ചിലത് അല്ലേ പെട്ടെന്ന് സംഭവിക്കും അല്ലേ? സ്തോത്രം, സ്തോത്രം. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊരു വാക്യം അതിനാധാരമായിട്ട് വായിക്കാം. യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, പൂർവ്വകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു. അപ്പൊ ദൈവം പൂർവ്വകാര്യങ്ങളെ പണ്ട് തന്നെ പ്രസ്താവിക്കുന്നവനാണ്. അടുത്തത്, അവ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു. വായിച്ചവനെ, ഞാൻ അവയെ കേൾപ്പിച്ചു. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, പെട്ടെന്ന് ഞാൻ. ദൈവം താമസിപ്പിച്ചില്ല, പെട്ടെന്ന് പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ചില കാര്യങ്ങൾ ആമേൻ അകത്തളത്തിൽ ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല. എന്നാൽ മറ്റുള്ളവരറിയത്തക്കവണ്ണം ദൈവം ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥനയിൽ തുടരുന്ന ചിലർക്ക് വേണ്ടി ദൈവം പെട്ടെന്ന് ചിലത് ചെയ്യും. സ്തോത്രം, സ്തോത്രം. ദൈവം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല, ആരും കണ്ടിട്ടില്ല അല്ലേ? ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരെ രക്ഷിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ ആമേൻ, ദൈവം അവർക്ക് വേണ്ടി ആമേൻ കാര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇറങ്ങി വന്നെന്ന് എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലത്തില് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ തിരശീലക്ക് അപ്പുറത്ത് ദൈവം പ്രവർത്തിച്ചു. പക്ഷേ തിരശീല നീക്കി സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തെ വിടുവിക്കുവാൻ ഇതാ ഇറങ്ങി വരികയാ. എല്ലാവരും കണ്ട് ഇറങ്ങി വരികയാ. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവം ആമേൻ അത്ഭുതകരമായി നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നാളുകളായിട്ടുള്ള നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്കായി പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരമടിച്ച് ഇന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്റെ ദൈവം അവൻ എന്റെ ജീവിതത്തില്, എന്റെ കുടുംബത്തിന്റെ ജീവിത അനുഭവങ്ങളില്, എന്റെ തലമുറയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഇറങ്ങി വരുന്ന ദൈവം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചോ കേട്ടോ. വിശ്വസിക്കുന്നവർക്ക് ഇത് അനുഗ്രഹമാകുന്നത്. നിങ്ങൾ പ്രാർത്ഥനയിൽ തുടരാൻ തയ്യാറായാൽ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് വസിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ ദൈവത്തിന്റെ വഴിയിൽ നിൽക്കാൻ തുടങ്ങിയാൽ, ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം ദൈവം ഇറങ്ങി വരും. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നീ ചിന്തിക്കാത്ത സമയത്ത് അവൻ നിന്റെ വിടുതലുമായി, നിന്റെ അനുഗ്രഹവുമായി ദൈവം ഇറങ്ങി വരും. സ്തോത്രം. അതിനു മുമ്പ് ദൈവം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒരുക്കും. പെട്ടെന്ന് ഇറങ്ങി വരാൻ വേണ്ടി അണിയറയിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണം ഞാൻ പറയാം. ഹാമാൻ കഴുകുമരം ഒരുക്കി വെച്ചിട്ട് മൊർദെഖായിയെ തൂക്കിക്കളയാൻ അനുവാദം ചോദിക്കാനായി വരുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ചോദിക്കാൻ വരുമ്പോ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്ന, എസ്തേർ 6:1 ദൈവം പ്രവർത്തിക്കുന്നത് കണ്ടോ. അന്ന് രാത്രി രാജാവിന്
ഉറക്കം വന്നില്ല. ജീസസ്. എത്ര പേർക്ക് ഇന്ന് വചനം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുന്നുണ്ട്? അയ്യോ ആമേൻ, ഇത് ആർക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്? ഒരു സാധാരണക്കാരന് വേണ്ടിയല്ല കേട്ടോ, ദൈവത്തെ അത്ര സ്നേഹിക്കുന്ന മൊർദെഖായി. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. തല പോയാലും ആമേൻ ദൈവത്തിന്റെ മുമ്പിലല്ലാതെ ഒരു ഹാമാന്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കത്തില്ലെന്നകത്ത് തീരുമാനമുള്ളവൻ, ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചവൻ, ദൈവത്തോട് ഭക്തിയും കൂറുമുള്ള മൊർദെഖായിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുകയാ. രാജാവിന്റെ ഉറക്കത്തെ ആമേൻ സ്വർഗത്തിലെ ദൈവം തടഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ഭക്തി, ദൈവത്തോടുള്ള നിന്റെ സ്നേഹം, ദൈവത്തോടുള്ള നിന്റെ ബഹുമാനം ചില മണ്ഡലത്തിൽ നീ വിചാരിക്കാത്തിടത്ത് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തിയായി വെളിപ്പെടുക. നിനക്ക് വിരോധമായി എന്തെല്ലാം പ്രവൃത്തികൾ ഒരുങ്ങി വന്നാൽ ആമേൻ നിനക്ക് ദൈവത്തോടുള്ള ഭക്തി അത്ര ഘനമേറിയതാണെങ്കിൽ, ശ്രേഷ്ഠമാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ആമേൻ ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്തിടത്ത് എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. രാജാവിന്റെ ഉറക്കത്തെ തമ്പുരാനൊന്ന് തൊട്ടു. ഉറക്കം വരുന്നില്ല. സ്തോത്രം, സ്തോത്രം. രാജാവ് ആവശ്യപ്പെടുകയാ. എവിടെ? ദിനവൃത്താന്ത പുസ്തകങ്ങൾ കൊണ്ടുവരിക. രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാക്കന്മാരുടെ കാര്യം, എല്ലാ ദിവസത്തെ ഈ സംഭവങ്ങൾ എഴുതി വെക്കുന്ന പുസ്തകം. നമ്മുടെ ബൈബിളിലെ ദിനവൃത്താന്ത പുസ്തകമല്ല അദ്ദേഹം ചോദിച്ചത് എന്ന് നിങ്ങൾ അറിയണം. രാജകൊട്ടാരത്തിലെ എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. ഉറക്കം വരാതിരിക്കുമ്പോൾ ഇങ്ങനൊരു പുസ്തകം ആരെങ്കിലും വായിക്കുമോ? സ്തോത്രം, സ്തോത്രം. പെട്ടെന്ന് ഉറക്കം വരുന്ന കാര്യമല്ലേ വായിക്കും. ഇതെല്ലാം വായിച്ചാൽ ആർക്കുറക്കം വരും? ഉള്ള ഉറക്കം പോവുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? നല്ല കഥ, നല്ല നാടോടി കഥകളോ അല്ലേ എന്തെങ്കിലുമൊക്കെ സ്റ്റോറിയൊക്കെ വായിച്ച് സുഖമായി ഉറങ്ങേണ്ടതിന് പകരം രാജാവ് പറയുക ദിനവൃത്താന്തം പുസ്തകം കൊണ്ടുവരാൻ. രാജാവിന് മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുന്ന സംഭവം ശ്രദ്ധിച്ചോ? രാജാവിന്റെ അകമ്പടി നായകൻ, വാതിൽക്കൽ കാവൽക്കാരായി നിൽക്കുന്നവർ, ഇവന്മാർ രാജാവിനെ കയ്യേറ്റം ചർച്ച ചെയ്യാൻ ഒരു ശ്രമം നടത്തി. ഇതാരറിഞ്ഞു? മൊർദെഖായി അറിഞ്ഞു. മൊർദെഖായി ഇത് രാജാവിന് അറിവ് കൊടുത്തു. രാജാവിന്റെ ചോദ്യം, ഇതിനു വേണ്ടി, എന്റെ ജീവൻ രക്ഷിച്ചതിന് വേണ്ടി, ഈ കയ്യേറ്റത്തിൽ നിന്നെ രക്ഷിച്ചതിന് വേണ്ടി മൊർദെഖായിക്ക് എന്ത് പദവി കൊടുത്തു, എന്ത് ബഹുമാനം കൊടുത്തു എന്ന് ചോദിച്ചു. ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അന്ന് സംഭവിച്ചു. എന്താണെന്നറിയാമോ? ഇത്രയുമൊക്കെ രാജാവിന്റെ ജീവൻ രക്ഷിച്ച മൊർദെഖായിക്ക് ഒരു പ്രതിഫലവും കൊടുത്തില്ല. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം, ഈ പ്രതിഫലം കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിച്ചില്ല. രാജാവ് മറന്നതല്ല കേട്ടോ. ഇന്ന് രാജാവിന്റെ ഉറക്കം കളഞ്ഞ അതേ സർവശക്തനായ ദൈവം തിരശ്ശീലയിൽ പ്രവർത്തിച്ചോ? ഇല്ല. മൊർദെഖായിക്ക് ഇപ്പൊ ഇതിന് പ്രതിഫലം വേണ്ട. ഇതിനൊക്കെ ചേർത്തൊരു പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസം ദൈവം ഒരുക്കി വെച്ചോ. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ, പല കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലേ ആമേൻ മറ്റുള്ളവരുടെ ഒരു പരിഗണന എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എന്തൊക്കെ ചെയ്തിട്ട് അവർ അംഗീകാരം എനിക്ക് കിട്ടുന്നില്ലല്ലോ. ദൈവമേ, നീ എന്നെ മറന്നുപോയതാണോ? എന്റെ കണ്ണുനീര് നീ കാണാതെ പോയതാണോ? എന്റെ പ്രാർത്ഥന നീ കാണാതെ പോയതാണോ? നീ എന്താ എന്നെ ഇങ്ങനെ മറന്നു കളയുന്നത് എന്ന ചോദ്യമൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാ, എന്റെ ദൈവം നിനക്ക് വേണ്ടി ക്ഷണത്തിൽ പ്രവർത്തിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നീ ചിന്തിക്കാത്ത സമയത്ത് നീ ചെയ്തതിന് അവൻ 100 ഇരട്ടി പ്രതിഫലമായി എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ. ഇന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ.
കഴിഞ്ഞ കാലത്തെ കണ്ണുനീരിനും കഴിഞ്ഞ കാലത്തെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ കാലത്തെ ദൈവമുമ്പാകെയുള്ള അഭയാചനയ്ക്ക് മറുപടി കിട്ടാത്തതിന് ഒരുക്കി വെച്ചൊരു മറുപടി അവൻ ഈ ദിവസങ്ങളിൽ ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച ദൈവത്തിന് നന്ദി പറയാം. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് ക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ദൈവ, കണ്ണുനീരിന് മറുപടി തരുന്ന ദൈവ, പ്രാർത്ഥിച്ചതിന് മറുപടി തരുന്ന ദൈവ, ഉപവാസത്തിന് മറുപടി തരുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു. എന്റെ ദൈവം ക്ഷണത്തിൽ പ്രവർത്തിക്കുന്നവനാ. ഓ ഹല്ലേലൂയ ജീസസ്. ക്ഷണത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, ഈ പ്രവൃത്തിയുടെ പ്രത്യേകതകളാണ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, യോവേൽ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് സംവത്സരങ്ങളെ നൽകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുമ്പോൾ സ്തോത്രം, വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങളായി നഷ്ടമായത് പെട്ടെന്ന് പുനഃസൃഷ്ടി നടത്തുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം കാലത്തെ മാറ്റുന്ന ദൈവമാ, നഷ്ടക്കണക്കുകളെ മായ്ക്കുന്ന ദൈവമാ. എൻ്റെ ദൈവം പ്രവർത്തിക്കുമ്പോഴുണ്ടല്ലോ നഷ്ടമൊക്കെ നികത്താൻ ഈ ദൈവം വിശ്വസ്തനാ. അയ്യോ, ജോലി ചെയ്തു ഒത്തിരി നഷ്ടമായി, അല്ലേ, ഒത്തിരി സാമ്പത്തിക നഷ്ടമായി, ഒത്തിരി നഷ്ടമായി പാസ്റ്ററെ. പക്ഷെ ദൈവം പറയുക, ദൈവം ഇത് നികത്താൻ തുടങ്ങുമ്പോൾ, അവനൊരു വലിയ പ്രവൃത്തി അയക്കുമ്പോൾ അവൻ ആ നഷ്ടമൊക്കെ നികരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ജോമോനെ വിശ്വസിക്കുന്നുണ്ടോ മോനെ? അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. എന്റെ ദൈവ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ സമയക്രമങ്ങളെ അവൻ മാറ്റുന്ന ദൈവമാ. കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളെ നികത്തു ദൈവമാ, അല്ലേ? അവൻ സ്തോത്രം. ഇന്ന് പകൽക്കാലോ ഒന്ന് അല്ലേ 5-6 മാസമായി ഇവിടെ നിൽക്കുകയല്ലേ, ഒത്തിരി നഷ്ടമല്ലേ മോനെ? പക്ഷെ ദൈവം നമ്പുരാ വേഗം പ്രവർത്തിക്കുമ്പോ ആ നഷ്ടമൊക്കെ നികത്താൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വചനം വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുക കേട്ടോ മക്കളെ. നഷ്ടം നികത്തുന്ന ദൈവം അവൻ കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങളിൽ സംവത്സരങ്ങളിലെ വെട്ടുക്കിളിയും അവനല്ലേ വിട്ടില് പച്ചപ്പുഴുവും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് സംവത്സരങ്ങളെ നൽകാം. എന്റെ ദൈവം വേഗത്തിൽ ഈ സഭയ്ക്കകത്ത്, വ്യക്തികളുടെ ജീവിതത്തിൽ, കുടുംബങ്ങൾക്കകത്ത് അവൻ ദൈവം അവൻ സമയത്ത് കാലങ്ങളെ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾക്ക് പകരം അവൻ പുതുക്കി നൽകുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാ. അധികാരമുള്ള യേശുവിന്റെ നാമത്തില് അയ്യോ കർത്താവ്, ഒത്തിരി നാളായല്ലോ, എന്റെ വർഷമെല്ലാം പോയല്ലോ, എന്റെ അനേക വർഷങ്ങൾ പോയല്ലോ. ഇല്ല, അവൻ നഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് അരുളി ചെയ്ത ദൈവം ജീവിക്കുന്നു. ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ആത്മാവിൽ ദൂത് പറയുക, അവൻ നിന്റെ നഷ്ടത്തെ പരിഹരിക്കുന്ന ദൈവം. സ്തോത്രം സ്തോത്രം. പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നു, സത്യം പറഞ്ഞ യാക്കോബിന് എന്താണ് ലാബാന്റെ വീട്ടിലെ ജീവിതം മൊത്തം നഷ്ടമായിരുന്നു, അല്ലേ? അമ്മായപ്പന് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വർഷങ്ങൾ നീണ്ട അധ്വാനം. യാക്കോബ് ഒരു ദിവസം നോക്കിയപ്പോ തനിക്ക് മക്കളുണ്ട്, അല്ലേ, കുടുംബമുണ്ട്, പക്ഷേ അവർക്ക് വേണ്ടി എൻ്റെ കയ്യിലൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം നഷ്ടം, സംവത്സരങ്ങളും നഷ്ടം, സമയം നഷ്ടം. പക്ഷെ സ്വർഗത്തിലെ ദൈവം ക്ഷണത്തിൽ വേഗത്തിൽ നഷ്ടം നികത്തുന്ന ദൈവമാ, അല്ലേ? നിങ്ങൾക്കറിയാം ദൈവം എന്താ ചെയ്തതെന്ന്.
ദൈവം പ്രവർത്തിച്ചാൽ ആ ദൈവത്തിൻ്റെ വഴിയിൽ നഷ്ടം നികത്താനുള്ള പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ വഴിയിൽ അവൻ നഷ്ടം നികത്താനുള്ള പദ്ധതികളുണ്ട്. ഇതാ ദൈവം അവൻ ഇറങ്ങി വരികയാ, യാക്കോബിന് വേണ്ടി പ്രവർത്തിക്കുകയാ. അല്ലേ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി യാക്കോബിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നിപ്പോ യാക്കോബ് അഭിമാനത്തോടെ പറയുകയാ, ഞാനൊരു വടിയുമായിട്ടാണ് ഈ യോർദാൻ കടന്നത്, പക്ഷേ ഞാനിപ്പോ രണ്ട് കൂട്ടമായിരിക്കുന്നു. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാ. എന്റെ ദൈവം നഷ്ടങ്ങളെ നികത്തുന്നവൻ. അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവമാ, അല്ലേ? സ്തോത്രം. എനിക്ക് വിശദീകരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലേ? യാക്കോബിൻ്റെ ആടുകൾ പുള്ളിയും മറവുമുള്ളത് അവൻ പ്രസവിച്ചതൊക്കെ, അല്ലേ? എങ്ങനെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ദൈവം വിചാരിച്ചാൽ ആമേ നിന്റെ ജീവിതം മാറും. പ്രിയപ്പെട്ടവരെ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ദൈവമാണ് ആമേ കാര്യങ്ങളെ അനുകൂലമാക്കുക? സ്വന്തം വഴിയിലൂടെ ഇങ്ങനൊന്നും പറ്റത്തില്ല. തമ്പുരാനാണ് ഒരാളെ അനുഗ്രഹിക്കുന്നത്, തമ്പുരാനാണ് സാഹചര്യം മാറ്റുന്നത്, തമ്പുരാൻ മാത്രമേ ആമൻ ഒരാൾക്ക് ജീവിതത്തിൽ ഉയർച്ച കൊടുക്കാനും ആമൻ നന്മ വരുത്താനും കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ വർഷങ്ങൾ മാറും. അതിനെ തകർക്കും ദൈവം. അതിന്റെ നഷ്ടത്തെ എന്ത് ചെയ്യും? തകർത്ത് പുതിയ സംവത്സരങ്ങൾ നൽകും. അതുപോലെ തന്നെ ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഈ സിസ്റ്റത്തെ തകർക്കുന്നവനാ. എന്താ? സിസ്റ്റത്തെ തകർക്കും. എന്തുവാ സിസ്റ്റത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, അപ്പോസ്തലന്മാർ കാരാഗൃഹത്തിനകത്ത് കിടക്കുക, ഒരു സിസ്റ്റത്തിനകത്താ അവരെ എന്ത് ചെയ്തിരിക്കുക? അവിടെ ഭരിക്കുന്ന റോമൻ ഗവൺമെന്റ് ചങ്ങലയ്ക്കകത്ത് ഇട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദർശനമനുസരിച്ച് തന്റെ ദാസന്മാർ പോയതാ ഫിലിപ്പിയിലേക്ക്, അല്ലേ? മാസിഡോണിയൻ കോൾ അനുസരിച്ച് പോയതാ. മാസിഡോണിയക്കാരനായ പുരുഷൻ നിന്നുകൊണ്ട് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന ദർശനം അപ്പോസ്തലന് കൊടുത്തു. അങ്ങനെ പോയതാ. പോയ യാത്രയൊക്കെ നന്നായിരുന്നു. പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചു. രക്താംബരം വിൽക്കുന്ന ലുദിയ, അവിടെ ഹൃദയം കർത്താവ് തുറന്നു. അവിടെ വീട്ടിൽ ആരാധന ആരംഭിച്ചു. നല്ല കാര്യം. പൗലോസ് വിചാരിച്ചു എല്ലാം നന്നായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സംഭവിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വെളിച്ചപ്പാടത്തി സ്ത്രീയെ നിരന്തരം ശല്യം ചെയ്യുക. ഇവരെ കുറ്റം പറയുന്നതല്ല, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിരന്തരം ഇതായപ്പോൾ പൗലോസ് മുഷിഞ്ഞ് അവളുടെ ഭൂതത്തെ ശാസിച്ചു. എന്താ സംഭവിച്ചത്? സ്തോത്രം. ഭൂതത്തെ അല്ലെങ്കിൽ ഈ ബാധിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് ലക്ഷണം പറഞ്ഞ് സമ്പത്തുണ്ടാക്കുന്നവർ യജമാനന്മാരിളകി അപ്പോസ്തലന്മാരെ അടിച്ച് മുറിവേൽപ്പിച്ച്, അല്ലേ, വസ്ത്രം പറിച്ചു കളഞ്ഞ് വലിച്ചിഴച്ചു കൊണ്ടുപോയി കാരാഗൃഹത്തിനകത്ത് കൊണ്ടിട്ടു. കാലാമത്തിനകത്തിട്ട് പൂട്ടി. റോമൻ ഗവൺമെന്റിന്റെ ശക്തമായ സിസ്റ്റം, അല്ലേ, അവിടെ രാഷ്ട്രീയ ശക്തി അവരെ ബന്ധിച്ചു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഈ പശ്ചാത്തലം. അർദ്ധരാത്രിയിൽ തൻ്റെ ദാസന്മാർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്തോത്രം, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വഴിയുണ്ട്. ആമേൻ. ദൈവത്തിന് വിടുവിക്കാൻ വഴിയുണ്ട്. ദൈവത്തിൻ്റെ ക്രമമുണ്ട്. ആ ക്രമത്തിൽ ജീവിക്കുന്നവർക്ക് അതിലൂടെ അനുഗ്രഹം ഉണ്ടെന്നേ. അവിടെ കിടന്നുകൊണ്ട് ആരെയും വിളിച്ചില്ല, അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ, ആരെങ്കിലേക്ക് വിളിച്ചു പറ, അങ്ങോട്ട് സ്വാധീനം ചെലുത്തും, ഒന്നുമില്ല. അവിടെ കിടന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ അവൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് തൻ്റെ ദാസന്മാർ പാടി ദൈവത്തെ സ്തുതിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ഹിതപ്രകാരം പാടിയാൽ, അവൻ കൃപയിൽ പാടിയാൽ, നന്നായി പാടിയാൽ, അവൻ നന്നായി സ്തോത്രം ചെയ്താൽ, ദൈവകൃപയോടെ ആരാധിച്ചാൽ, അഭിഷേകത്തിന് നിറവോടെ സ്തുതിച്ചാൽ, അവൻ എന്താ സംഭവിക്കുന്നത് അവിടെ വെളിപ്പെട്ടു. ആമൻ തടവുകാർ ശബ്ദിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നിതാ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. പിന്നത്തേക്കും മാറ്റിവെച്ചില്ല. അവൻ നാളെ ആകട്ടെന്ന് പറഞ്ഞില്ല. ഇന്ന് രാത്രി പാടിയില്ലേ, നാളെ രാത്രിയും കൂടെ പാടട്ടെന്നല്ല. ഒരാഴ്ച കാരാഗൃഹത്തിനകത്ത് കിടന്ന് പാട്ട് പാടട്ടെ എല്ലാവരും, ആ പാട്ട് കേൾക്കട്ടെ, പ്രാർത്ഥന കേൾക്കട്ടെന്നല്ല. അവൻ അവർ അർദ്ധരാത്രി അവൻ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ
സ്തോത്രം. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കിക്കൊണ്ട്, സ്തോത്രം, ബദ്ധന്മാരുടെ ചങ്ങലയെ പൊട്ടിച്ചുകൊണ്ട് വലിയ ആത്മപ്രവൃത്തി അവിടെ ഉണ്ടായെങ്കിൽ, ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് പ്രഖ്യാപിക്കുമ്പോ, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിരന്തരം ദൈവവഴിയിൽ നടക്കുന്ന ദൈവമക്കളെ, എന്റെ ദൈവ ആമൻ നിന്റെ പ്രാർത്ഥനയുടെയും ആരാധനയുടെ നടുവില് ആമൻ ഇന്ന് രാത്രി വിശ്വസിക്കുക, ദൈവക്ഷണത്തിൽ അവൻ ഇറങ്ങി വന്നാൽ ആമൻ സ്തോത്രം, ഏത് കാരാഗ്രഹമാണെങ്കിലും, ഏത് ദേശശക്തികളാണെങ്കിലും, ഏത് ആധിപത്യത്തിന്റെ ചങ്ങലയിലാണെങ്കിലും, ഏത് പാരമ്പര്യത്തിന്റെ ചങ്ങലയ്ക്കകത്താണെങ്കിലും, ഏത് സിസ്റ്റത്തിന്റെ ചങ്ങലയിലാണെങ്കിലും, അല്ലെ ഈ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളുടെ ആമൻ അടിയിലാണെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ പാപം കൊണ്ട്, പരാജയം കൊണ്ട്, നമ്മുടെ വീഴ്ച കൊണ്ട്, അകൃത്യം കൊണ്ടൊക്കെ ഒരുപക്ഷെ ആമൻ ഒരുപക്ഷെ പിശാച് നിനക്ക് വിരോധമായി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്റെ കരങ്ങളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്റെ നാവിന് ബന്ധനം വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്റെ ശരീരത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രോഗിയാക്കി നിന്നെ തീർത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ അവൻ കരം വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ അവൻ കരം നീട്ടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ വിശ്വസിക്കുകയാ, അവൻ തന്റെ ദാസന്മാര് ആത്മനിറവിൽ പാടാൻ തയ്യാറായപ്പോ, ആത്മനിറവിൽ അവർ ആരാധിച്ചപ്പോ, ആത്മനിറവിൽ അവർ സ്തോത്രം ചെയ്തപ്പോ, സന്തോഷത്തോടെ പാടി അവർ സ്തുതിച്ചപ്പോൾ, സ്വർഗത്തിലെ ദൈവം അവൻ വളരെ പെട്ടെന്ന് ആ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന് തന്റെ ദാസന്മാരുടെ ചങ്ങലകളെ പൊട്ടിച്ചു കളഞ്ഞെങ്കിൽ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കിയെങ്കില്, മറ്റുള്ളവരുടെ ചങ്ങലകളെ തകർച്ചെങ്കില്, ഇന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാ, നീ ഒന്ന് ആത്മാവിൽ പാടാമെങ്കില്, ആത്മാവിൽ സ്തോത്രം ചെയ്യാമെങ്കില്, ആത്മാവിൽ ഒന്ന് ആരാധിക്കാമെങ്കിൽ, ചടങ്ങ് പരിപാടി മാറ്റിവെച്ചിട്ട്, ചടങ്ങ് പരിപാടിയെല്ലാം മാറ്റിവെച്ചിട്ട് ആത്മാവിന് വിധേയപ്പെട്ട് ഒന്ന് ആരാധിച്ച് ജയമെടുക്കാമെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാ, പിശാച് വെച്ചിരിക്കുന്ന സകല മുഖങ്ങളും അവന്റെ സിസ്റ്റങ്ങളും പൊട്ടിമാറുവരുടെയായിത്തീരും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാ, ആത്മാവിൽ പ്രഖ്യാപിക്കുകയാ, പിശാച് ആമൻ സ്തോത്രം പലരുടെ മേൽ മുഖം വെക്കാൻ തയ്യാറാകുന്നു. ആമൻ സ്തോത്രം, ഒന്ന് ആരാധിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയാതെ നിരാശ കൊണ്ടിടുന്ന ചങ്ങലകൾ, നിരാശയുടെ ചങ്ങലകൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറട്ടെ. ആമൻ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആമൻ ദൈവത്തിൽ വന്നിരിക്കുന്നുവെങ്കിലും, പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നെങ്കിലും, നിരാശ ബാധിച്ച് നിരാശയുടെ ചങ്ങലയ്ക്കകത്തിരിക്കുന്നവര് ഇന്ന് രാത്രി അത് പൊട്ടിമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരത്തെ അടിമപ്പെടുത്തി രോഗശക്തികളാൽ ബന്ധിച്ച് ഇന്ന് രാത്രി ഇതിനകത്ത് അവൻ പലതരത്തിലുള്ള വേദനകൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്ന് രാത്രി ആത്മാവ് പറയുക, അവൻ നിന്റെ ചങ്ങല പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്നത് പോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രുവിന്റെ സകല സിസ്റ്റത്തെയോ തകർത്തു കളഞ്ഞ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചങ്ങലയെ പൊട്ടിക്കുന്ന, അവൻ രോഗബന്ധനത്തെ അറച്ചു കളയുന്ന, എല്ലാ ശാപങ്ങളെയും ഉടച്ചു കളയുന്ന, എല്ലാ വെല്ലുവിളികളെയും തകർത്തു കളയുന്ന ആത്മാ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും കരം ചേർത്തടിച്ച് ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിച്ച Oh Jesus, 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 Jesus. എല്ലാ സിസ്റ്റത്തെയും തകർക്കും. പിശാചിന്റെ പ്രവർത്തനം സിസ്റ്റമാറ്റിക് ആയിട്ടാ. അങ്ങനല്ലേ പൗലോസ് പറയുന്നത്? എന്താ നമുക്ക് പോരാട്ടമുള്ളത്? ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ എന്ന് വെച്ചാൽ, മനുഷ്യൻ ഇവിടെ ഒരു ഭരണ സംവിധാനം ഉള്ളതുപോലെ പിശാചിനും ഒരു ഭരണ സംവിധാനമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ഓരോ ദേശത്തിനും ഓരോ പൈശാചിക സ്വാധീനങ്ങളുണ്ട്, അവർക്ക് പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോ എന്താണ്, പാർസി രാജ്യത്തിന്റെ പ്രഭു ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു. ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രഭുവിന് ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയെ തടയാൻ പറ്റുമോ? പാർസി എന്ന് പറയുന്ന പേർഷ്യയിലെ രാജാവ് വന്ന് ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ മേളിൽ പോയി തടയാൻ അദ്ദേഹം ആരാ? ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ? സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇവിടുത്തെ ഏതെങ്കിലും MLAക്കോ നമുക്ക് വിരോധമുള്ള ഏതെങ്കിലും ആൾക്കാർക്കൊക്കെ പറ്റുമോ?
പെന്തിക്കോസുകാരാ പ്രാർത്ഥനയും കയ്യടിയും ഒക്കെ താല്പര്യമില്ലാത്ത ആളുകൾ കാണും, ഒരുപക്ഷെ ഭരണ സംവിധാനങ്ങൾ കാണും, വ്യക്തികൾ കാണും, അല്ലേ? അതുകൊണ്ട് ഇവർക്കൊക്കെ ഒരുപക്ഷെ നിയമം മൂലം നമ്മുടെ ആരാധന നിർത്താൻ ഒരുപക്ഷെ സാധിച്ചേക്കും. സ്തോത്രം, സ്തോത്രം. ഇനി പാടണ്ടെന്ന് പറഞ്ഞേക്കാം, ജയിലിൽ കൊണ്ടിട്ടേക്കാം. പക്ഷേ നിന്റെ പ്രാർത്ഥനയെയും ഏത് കാരാഗ്രഹത്തിനകത്ത് ചെന്നാലും, ഏത് ഇരുളറയിൽ പോയാലും, പ്രതിസന്ധി ഉള്ളിടത്ത് പോയാലും നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതിന് ഭാഷ വേണമെന്നൊന്നും ഇല്ലെന്നേ. സ്തോത്രം. വാക്ക് പുറത്തു വരണമെന്നൊന്നുമില്ല. ജീസസ്, ജീസസ്. എന്റെ ചോദ്യം, നീ അങ്ങനെ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. സ്തോത്രം. അതിനെല്ലാവരും കൂടെ കൂടണമെന്നൊന്നുമില്ല. സ്തോത്രം. എവിടെ നിന്നാണെങ്കിലും പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. എന്റെ ചോദ്യം, അങ്ങനെ ദൈവം പ്രാർത്ഥനയുടെ മറുപടി ഇങ്ങോട്ട് അയക്കുമ്പോൾ നമ്മളെ ജയിലിലിടുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒതുക്കുന്ന, നമുക്ക് വിരോധമായി നിൽക്കുന്ന സിസ്റ്റത്തിന്, ഇവിടുത്തെ മാനുഷികമായ എന്തെങ്കിലും ഭരണ സംവിധാനത്തിന്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവിന് ആ പ്രാർത്ഥനയുടെ മറുപടിയെ തടയാൻ പറ്റുമോ? ആരാ ഇതുമായിട്ട് വരുന്നത്? ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോ ഈ മറുപടിയുമായിട്ട് വന്നതാരാ? ദൈവത്തിന്റെ ദൂതനാ. അദ്ദേഹത്തിനൊരു പേരുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരിൽ ദൂതുവാഹിയായി വരുന്നത് ഗബ്രിയേലാണ്. മറക്കല്ലേ. ആരാ? ദൈവത്തിന്റെ ദൂതന്മാരിൽ പല കാറ്റഗറി ഉണ്ട്. അതിൽ ഈ മെസ്സഞ്ചേഴ്സ് ആണ്. അതിൻ്റെ തലവനാണ് ആര്? ഗബ്രിയേൽ. ഗബ്രിയേലാണ് കാര്യങ്ങൾ പറയാൻ വരുന്നത്. മറിയയുടെ അടുത്ത് വന്ന്, അല്ലേ, മറിയേ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആരാ പറഞ്ഞത്? ഗബ്രിയേൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ഗബ്രിയേലിനെ തടയാനുള്ള കരുത്ത് ഈ നാട്ടിലെ, ഈ ലോകത്തെ, ഈ ഭൂമിയിലെ ഏത് പേർഷ്യൻ രാജാവിന് പറ്റും? ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒരു പേർഷ്യൻ രാജാവെന്ന് അവിടെ പേര് പറഞ്ഞേക്കുന്നെങ്കിലും അത് പേർഷ്യൻ രാജാവല്ല, സാക്ഷാൽ പിശാച. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ പിശാച് എന്ത് ചെയ്തു? ഇതിനെയൊക്കെ തടഞ്ഞു. പക്ഷെ അവിടെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുമോ? സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥന തുടർന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനായ മിഖായേലിനെ അയച്ചു. ആരാ മിഖായേൽ? ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ചെയ്യുന്ന യുദ്ധസൈന്യാധിപനാണ് മിഖായേൽ. മിഖായേലിനെ തടയാൻ പറ്റുമോ? പറ്റില്ല. ഇന്ന് ഞാനിതെന്താ പറഞ്ഞെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം അന്ധകാരാധിപത്യങ്ങളുടെ സിസ്റ്റത്തെ തകർക്കും. അതാ. എത്രവർക്ക് മനസ്സിലായി? സ്തോത്രം, സ്തോത്രം. ഈ ലോകത്തിൻ്റെ ആധിപത്യത്തെ കർത്താവിന് തകർക്കും. സ്തോത്രം. അതുകൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ എന്ത് ചെയ്തു? ചങ്ങലയെ കർത്താവ് പൊട്ടിച്ചത്. അങ്ങനെയെങ്കിൽ പിശാചിന്റെ ചങ്ങലകളും പൊട്ടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തോട് പറയട്ടെ, ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുമ്പോൾ നിന്റെ ശരീരത്തിലിട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളും അഴിഞ്ഞു മാറും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്ക്, വിശ്വസിക്ക്. നിരാശയുടെ ചങ്ങല ഇന്ന് രാത്രി പൊട്ടി മാറുമെന്ന് വിശ്വസിക്ക്. സ്തോത്രം. എൻ്റെ ഭയത്തിൻ്റെ ചങ്ങല എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ പൊട്ടി മാറുമെന്ന് വിശ്വസിക്ക്. അവിശ്വാസത്തിൻ്റെ ചങ്ങലകൾ പൊട്ടി മാറുമെന്ന് വിശ്വസിക്ക്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെടുകയാ. ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുമ്പോൾ ജനത്തിന്റെ ചങ്ങലകളെല്ലാം പൊട്ടി മാറും. എല്ലാ സിസ്റ്റത്തെയും ദൈവം തകർത്ത് തരിപ്പണമാക്കും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മാനുഷികമായ വിശദീകരണങ്ങൾക്കപ്പുറമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ, തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രവൃത്തി അയച്ചു. ആൾക്കാർ ചോദിക്കും, എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ പറയും? എങ്ങനെയാന്ന് എനിക്ക് അറിയാൻ വയ്യ, പക്ഷെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അവിടെയൊക്കെ നല്ല പിടിയുണ്ടോ? ഞങ്ങൾക്കൊരു പിടിയും ഇല്ല. പിന്നെ എങ്ങനാ സംഭവിച്ചു? മനസ്സിലാകുന്ന എത്ര പേരുണ്ട്?
ഇതാ ദൈവം പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് പ്രവർത്തിക്കുമ്പോൾ വിശദീകരിക്കാൻ പറ്റാത്ത ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്തിരിക്കും. ഈ ദിവസങ്ങളിൽ യെസ് കർത്താവേ, വിശ്വസിക്കാൻ പറ്റാത്ത, വിശദീകരിക്കാൻ പറ്റാത്ത ചില മേഖലയിൽ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കും. എൻ്റെ കുടുംബത്തിന് വേണ്ടി, ആമൻ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, ആമൻ, എനിക്ക് പോകാൻ പറ്റാത്തടത്ത്, എനിക്ക് ചെല്ലാൻ പറ്റാത്തടത്ത് അങ്ങ് അത്ഭുതകരമായി ചെറുത് ചെയ്യുക. അതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി, അതിശയകരമായി അത് ചെയ്യും. സ്തോത്രം. പത്രോസ് കാരാഗൃഹത്തിനകത്ത് കടന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പത്രോസിനെ കുറിച്ച് അവിടെ പറയുന്നത്, ഇദ്ദേഹം പുറത്തു വന്നിട്ട്, ഈ പുറത്തു വന്ന് എന്താണ്, ഒന്നാം വാതിലും അല്ലേ, രണ്ടാം വാതിലും എല്ലാം കടന്ന്, മൂന്നാം വാതിലും കടന്ന് പട്ടണത്തിന് വെളിയിലുള്ള വലിയ ഇരുമ്പുവാതിലും തുറന്നു. ഇതെല്ലാം തുറന്നു കഴിഞ്ഞിട്ട് പുള്ളി വെളി വന്നിട്ട് പുള്ളിയെക്കുറിച്ച് എഴുതിയിരിക്കുക, താന് സ്വപ്നം കാണുമായിരുന്നാ വിചാരിച്ച്. എത്ര പറയുന്നത് ഏറ്റെടുക്കും? എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ പൊന്നു മാസ്റ്ററെ, ആമേ, ദൈവം പ്രവർത്തിച്ചപ്പോ എനിക്കറിയില്ല, ഞാൻ സ്വപ്നം കാണുന്നത് പോലെ ഇന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാ. വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ച വചനപ്രകാരം നീ പ്രാർത്ഥനയിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ, ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥനയിൽ തുടരാമെങ്കിൽ, സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ എങ്ങനെ സംഭവിച്ചോ, ആമേ, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ മേല മാസ്റ്ററെ. സ്വപ്നം കാണുന്നത് പോലെയാ ആമൻ വാതിലുകൾ തുറക്കുന്നത്. ഇത്ര വലിയ ഇരുമ്പ് വാതിലുകളൊക്കെ ആരാ തുറന്നത്? ഈ ചങ്ങളെ ആരാ പൊട്ടിച്ചത്? ആരാ എന്നെ പുറത്തു കൊണ്ടുവന്നത്? ഞാനൊരു സ്വപ്നം കാണുന്നവനെ പോലെ. യേശുവിനെ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ആരാധിക്ക്. എന്റെ കർത്താവേ, സ്വപ്നം കാണുന്ന പോലെ ചില വിടുതലുകള്, സ്വപ്നം കാണുന്ന പോലെ അത്ഭുതങ്ങള്, സ്വപ്നം കാണുന്നത് പോലെ ചില ദൈവപ്രവൃത്തികള്, സ്വപ്നം കാണുന്നത് പോലെ ചില ആത്മീയ വിടുതലുകള്, ഭൗതികമായ വിടുതലുകള്, ചില അവൻ വലിയ അത്ഭുതങ്ങൾ. ഇന്ന് വിശ്വസിക്കുക, നിന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സ്തോത്രം. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. അവിടുന്ന് സകലവും ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളുണ്ട്. എപ്പോഴും ദൈവത്തിന് കഴിയാത്ത എന്താണെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തുവാ ദൈവത്തിന് കഴിയാത്ത? എന്തേലും ഉണ്ടോ? ഒരുപാട് കാര്യങ്ങൾ പറയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഇന്നത്തെ ഇതിനോടുള്ള ബന്ധത്തിൽ അങ്ങ് പറഞ്ഞേക്കാം. തൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയത്തില്ല. അത് ദൈവത്തിന് പറ്റുകയില്ല. ഇങ്ങോട്ട് അടുത്ത് വന്നയാണോ തമ്പുരാനായിട്ട് എന്ത് ചെയ്യത്തില്ല? അത് ദൈവത്തിന് പറ്റത്തില്ല. നീ ചേർന്നിരുന്നാൽ നിന്നെ തള്ളിക്കളയുകയില്ല. ഒരാമയം പറയുമോ? ഒരാമയം പറയുമോ? സ്തോത്രം. അവൻ തള്ളിക്കളയത്തില്ലെങ്കിൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ സ്വപ്നം കാണുന്നത് പോലെ ചിലത് ചെയ്യും. നീ അവനിൽ ആശ്രയിച്ചു വരണം, അവനെ മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ വളരെ പെട്ടെന്ന് തന്നെ ചില അത്ഭുതങ്ങൾ, ചില പ്രവൃത്തികൾ ദൈവം ചെയ്യുമ്പോൾ അതിനകത്ത് വെളിപ്പെടുന്ന നാലാമത്തെ കാര്യം, അതിനകത്ത് മുഴുവനും ദൈവത്തിൻ്റെ സുപ്രീം അതോറിറ്റി ആയിരിക്കും വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരമാണ് അതിനകത്ത് വെളിപ്പെടുന്നത്. അവിടെ മനുഷ്യന്റെ ഒരു പരിപാടിയും ഇല്ല. നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഈ കണ്ട വിഷയങ്ങളിലൊക്കെ മനുഷ്യന്റെ എന്തെങ്കിലും ഇടപെടലുണ്ടോ? മനുഷ്യന്റെ എന്തേലും അധികാരമുണ്ടോ? അവിടെ എല്ലാം വെളിപ്പെട്ടത് ദൈവത്തിന്റെ പരമാധികാരമാണ്. സ്തോത്രം. റോമൻ ഗവൺമെന്റിന്റെ അല്ലെ കാരാഗ്രഹത്തിനകത്ത് പോയി തൻ്റെ ദാസന്മാരെ വിടിവിക്കണമെങ്കിൽ അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ പരമാധികാരമാണ്. അവിടെ മനുഷ്യന്റെ പ്രവൃത്തിയല്ല. സ്തോത്രം. അതെന്താ? റോമൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ഒരുത്തൻ വെളിയിൽ വന്നാൽ കാവൽക്കാരൻ എന്താവും? സ്തോത്രം. അത് കയറാൻ പറ്റുകയല്ല. അതുകൊണ്ട് ഈ കാവൽക്കാരൻ എന്ത് ചെയ്യും? ജീവൻ കൊടുത്തും അതിനകത്ത് നിൽക്കുന്നവനെ സംരക്ഷിക്കും. അതുകൊണ്ട് സഹോദരന്മാരായ പുരുഷന്മാരെ അല്ലെ, വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്ത് വന്ന് തന്നെത്താൻ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞു, നീ കൊല്ലണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെയുണ്ട്, ഞങ്ങളെങ്ങും പോയിട്ടില്ല. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാകട്ടോ. ഇന്ന് ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആമേൻ. പെട്ടെന്ന് ദൈവം പ്രവർത്തിക്കുമ്പോൾ നാട്ടുകാർ പറയും, ഇതയ്യോ, ഇത് അവരുടെ കഴിവല്ല കേട്ടോ, ഇത് അവരെ കൊണ്ട് ഇതൊന്നും പറ്റുകയില്ല.
അയ്യോ പൊന്നെ, ഞങ്ങളും പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റുകയല്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പരമാധികാരിയുണ്ട്. സ്തോത്രം. പാവപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം പരമാധികാരിയാ. അവൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവൻ എല്ലാവരും പറയണം, അവൻ ഇത് അവരുടെ ദൈവത്തിന്റെ വിരലാണ്, ഇത് ദൈവത്തിന്റെ കരമാണ്, ഇത് ദൈവത്തിന്റെ അധികാരമാ. അവർ സേവിക്കുന്ന യേശുവാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചത്. അവർ ആരാധിക്കുന്ന ദൈവമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ ദൈവം എത്ര ഭയങ്കരൻ! സ്തോത്രം. സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് തൻ്റെ ദാസനെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സ്വദൂതനെ അയച്ച് വിടുവിക്കുന്ന വേറൊരു ദൈവം തീച്ചുളയ്ക്കകത്ത് നാലാമനായി ഇറങ്ങി വന്നപ്പോഴും പറഞ്ഞു, ഇവരുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവവും ഇല്ല. ഇവരുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഇത് അവരുടെ ദൈവത്തിന്റെ പ്രവൃത്തിയാ. സ്തോത്രം, 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 സ്തോത്രം. ദേശക്കാര് സാക്ഷ്യം പറയണം, ചർച്ചക്കാര് സാക്ഷ്യം പറയണം, സഭക്കാര് സാക്ഷ്യം പറയണം. ഓ, ഇതവർ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാ, ഇതവരുടെ ദൈവത്തിന്റെ മഹത്വമാ, ഇത് ദൈവത്തിന്റെ പരമാധികാരമാ. ഇന്ന് എല്ലാ കണ്ണുകളും ദൈവം അടയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസം ആമേൻ. ഈ വൈകിയ സെക്ഷൻ, അവസാനത്തെ സെഷനിൽ ആത്മാവിൽ ഞാൻ തൂത് പ്രഖ്യാപിക്കുകയാ. നീ പ്രാർത്ഥനയിൽ ക്രമമായി നടക്കാമെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച വിഷയങ്ങളിലേക്ക് ഒന്ന് മടങ്ങിപ്പിക്കേ. ഈ ദിവസങ്ങളിൽ ക്രമമായി അവൻ അനുഗമിക്കാമെങ്കിൽ, അവന്റെ പ്രമാണപ്രകാരം, അവന്റെ ചിട്ടപ്രകാരം, അവിടുത്തെ വചനപ്രകാരം നീ അവനെ സേവിക്കാമെങ്കിൽ, പ്രാർത്ഥിക്കാമെങ്കിൽ, അവന്റെ ഹിതപ്രകാരം ദൈവസന്നിധിയിൽ ആത്മതപനം ചെയ്യാമെങ്കിൽ, സ്തോത്രം, ആ ക്രമം, ആ ആത്മതപനം, ആ മനസ്സാന്തരം, ആ പശ്ചാത്താപം, ആ ദൈവബന്ധം നീ കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ, നിലനിർത്താമെങ്കിൽ, ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് പ്രശ്നം വന്നാലും നിന്റെ പ്രാർത്ഥന നീ നിർത്താതിരിക്കാമെങ്കിൽ, ഏത് പ്രതികൂലം വന്നാലും പ്രാപിച്ച കൃപയിൽ നിന്ന് മാറാതിരിക്കാമെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയാം, കൈപ്പത്തിയോളം ഒരു മേഘം നീ കാണാൻ തുടങ്ങും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങളിൽ ചിലരോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാമെങ്കിൽ ഒരു ചില അടയാളങ്ങൾ ദൈവം നിന്റെ മുമ്പിൽ കാണിച്ചു തരും. കൈപ്പത്തിയോളം ഒരു മേഘം പൊങ്ങാൻ തുടങ്ങുക. ചില അത്ഭുതത്തിന്റെ വഴികൾ നീ നിന്റെ കണ്ണിന് മുമ്പിൽ കാണാൻ തുടങ്ങുക. ആളുകൾക്ക് അതൊരു ചെറിയ കാര്യമായി തോന്നിയേക്കാം. പ്രവാചക ശിഷ്യൻ പറഞ്ഞ, ഓഹോ, അതൊരു കൈപ്പത്തിയോളമുള്ള മേഘമാ. പക്ഷെ പ്രാർത്ഥിക്കുന്നവനറിയാ അതിന്റെ പിന്നിൽ ദൈവം ഒരു വലിയ മഴ, ഒരു പെരുമഴ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിശ്വസിക്ക്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങാമെങ്കിൽ ചില അടയാളങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾക്കായി, നിന്റെ സഹോദരനായി, നിന്റെ ഭർത്താവിനായി, നിന്റെ പ്രിയപ്പെട്ടവർക്കായി കൈപ്പത്തിയോളം ഒരു മേഘ ദൈവം ഈ ദിവസങ്ങളിൽ അയക്കും. ഇന്ന് രാത്രി എന്താ സംസാരിച്ചത്? ഈ മേഘം ഒരു പെരുമഴയായി മാറും. നീ തുടരാമെങ്കിൽ, വിശ്വാസം നിലനിന്നാൽ, ദൈവം നിനക്ക് വേണ്ടി സഡൻ ബ്രേക്ക് ത്രൂ നൽകും. അത്ഭുതകരമായ ചില വിടുതലുകൾ ദൈവം ചെയ്യും. പെട്ടെന്ന് ദൈവം ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങും. പെട്ടെന്ന് അറയിൽ വെളിച്ചം മിന്നും. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാകും. പെട്ടെന്ന് ഒരു പ്രകാശമുണ്ടാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പെട്ടെന്ന് സ്ഥിതി മാറും. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് തൂക്കുമരത്തിൽ പോകേണ്ടവൻ ഹല്ലേലൂയ രാജാവിനാൽ മാനിക്കപ്പെട്ട പുരുഷനായി മാറിയെങ്കിൽ, പെട്ടെന്ന് ദൈവം ചിലത് ചെയ്യും കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രവർത്തിക്കും. ആര് തടയും? നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവൃത്തി, സിസ്റ്റങ്ങളെ തകർക്കുന്ന സംവത്സരങ്ങളെ, നഷ്ടമായ സംവത്സരങ്ങളെ പുനർക്രമീകരിച്ചു നൽകുന്ന ദൈവത്തിന്റെ പരമാധികാരം വെളിപ്പെടുത്തുന്ന അത്ഭുത പ്രവൃത്തികൾ സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചെയ്യും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ തുടരുക, നിലനിൽക്കുക. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.